അജിത് പവാറും IPS ഉദ്യോഗസ്ഥയും തമ്മിൽ കൊമ്പ് കോർക്കുകയാണ് എന്നുള്ള ഒരു വാർത്ത വരുന്നുണ്ട്. എന്താണ് അതിന്റെ കൂടുതൽ കാര്യങ്ങളൊക്കെ? അതായത് മഹാരാഷ്ട്രയിലാണ് സംഭവം. മലയാളി IPS ഉദ്യോഗസ്ഥയാണ് അജിത് പവാറുമായിട്ട് വാക്ക് തർക്കത്തിൽ ഏർപ്പെട്ടത്. അത് ആദ്യം വാക്ക് തർക്കം ഉണ്ടാകാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ റോഡ് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഖനനം നടക്കുന്നുണ്ടായിരുന്നു. അതായത് ഈ പറയുന്ന മഹാരാഷ്ട്രയിൽ ഇപ്പോൾ ഒരുപാട് വികസന പ്രവർത്തനങ്ങളെല്ലാം ഈ പറയുന്ന പുതിയ സർക്കാർ വന്നതിന് ശേഷം സോലാപൂരിലാണ് ഈ ഖനനം നടക്കുന്നത്. അപ്പോൾ ഒരുപാട് വികസന പ്രവർത്തനം നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വലിയ റോഡാണ് നിർമ്മിക്കുന്നത്. റോഡ് നിർമ്മിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് മണ്ണ് ഖനനം നടത്തുന്നു, അനധികൃതമായിട്ട് ഖനനം നടക്കുന്നു, അളവിൽ കൂടുതൽ മണ്ണ് ഖനനം ചെയ്ത് കൊണ്ടുപോകുന്നു എന്നുള്ളൊരു വിവരം കിട്ടിയിട്ടാണ് IPS ഉദ്യോഗസ്ഥയായ അഞ്ജന കൃഷ്ണ ഈ സ്ഥലത്തെത്തുന്നത്. സ്ഥലത്തെത്തി ഇവർ വന്നപ്പോഴത്തേക്ക് അവിടെ ഒരു NCP നേതാവ്, പ്രാദേശിക നേതാവ് ഉണ്ടായിരുന്നു. അയാൾ ഉടനെ തന്നെ അജിത് പവാറിനെ വിളിച്ച് ഫോൺ ഇവർക്ക് കൈമാറി. അപ്പം ഇവർക്ക് അജിത് പവാറിൻ്റെ ശബ്ദം തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇവർ പറഞ്ഞു എൻ്റെ നമ്പറിലേക്ക് വിളിക്കാൻ പറഞ്ഞു, എനിക്ക് ആരാണെന്ന് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവർ സംസാരിക്കാതെ ഒന്നും വരുന്നില്ല. അപ്പോൾ ഇയാളെ തിരിച്ച് വീഡിയോ കോൾ ചെയ്തിട്ട് ഇവരുടെ അടുത്ത് രൂക്ഷമായിട്ട് സംസാരിച്ചു, പരുഷമായിട്ട്. നിങ്ങൾ ഇത് മണ്ണ് ഖനനം തടയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചു. എന്നിട്ട് പറഞ്ഞ് നിങ്ങൾ എന്താണ് കാണിക്കുന്നത്, നിങ്ങൾക്ക് തീരെ അറിവില്ലേ എന്നൊക്കെ പറഞ്ഞ് ശകാരിച്ചതിന് ശേഷം പറഞ്ഞ് നടപടിയെടുക്കും ഇങ്ങനെയാണെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് പരസ്യമായി ശാസിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ആരോ റെക്കോർഡ് ചെയ്തു. അപ്പോൾ ആ വീഡിയോ വലിയ തോതിൽ പ്രചരിക്കുകയും ചെയ്തു. സോഷ്യൽ മീഡിയകളിലെല്ലാം ഈ വീഡിയോ ഇപ്പോൾ വൈറലാണ്. ആ വീഡിയോ എല്ലാ വാർത്താമാധ്യമങ്ങളും ഇതിനകത്ത് കൊടുത്തിട്ടുമുണ്ട്. അജിത് പവാർ ഉദ്യോഗസ്ഥയെ വിരട്ടുന്നതിൻ്റെ വീഡിയോ ആണുള്ളത്, നടപടിയെടുക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് വിരട്ടുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് പ്രതിപക്ഷത്തിൻ്റെ കയ്യിൽ കിട്ടുമ്പോഴത്തേക്ക് അവരായുധമാക്കുമല്ലോ. അപ്പോൾ ഇത് അങ്ങനെ വന്ന് വലിയ തോതിൽ പ്രചരിച്ചു. ഈ സോഷ്യൽ മീഡിയയിലും എക്സ് അക്കൗണ്ടുകളിലും ഒക്കെ വലിയ രീതിയിൽ പോയപ്പോൾ ഇവരുടെ അടുത്ത് ചോദ്യം വന്നു, അജിത് പവാറിൻ്റെ അടുത്ത്. പ്രതിപക്ഷം പറഞ്ഞു ഇയാൾ ഉദ്യോഗസ്ഥരെയൊക്കെ ഭീഷണിപ്പെടുത്തി തൻ കാര്യം നേടാനും തൻ്റെ ഒപ്പം നിൽക്കുന്ന കള്ളന്മാരെ സംരക്ഷിക്കാനാണ് അജിത് പവാർ ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് രൂക്ഷ വിമർശനം പ്രതിപക്ഷം കൊണ്ടുവന്നു. പ്രതിപക്ഷം ഇത്രയും വിമർശനമൊക്കെ ഉന്നയിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ പിടിച്ചിരിക്കാൻ പറ്റാതായപ്പോഴത്തേക്ക് ഉടനെ അജിത് പവാർ പറഞ്ഞു, ഇല്ല, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല, ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് വിളിച്ചതാണ്, അത് മാത്രമേ പറഞ്ഞുള്ളൂ, അല്ലാതെ ഖനനം തടയരുത് എന്നൊന്നും അല്ല പറഞ്ഞത്. കംപ്ലീറ്റ് പ്ലേറ്റ് മാറ്റി. അപ്പോൾ ഇവർ ധീരമായിട്ട് തിരിച്ച് സംസാരിച്ചു. നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുകയൊന്നും വേണ്ടെന്നൊക്കെ ഉള്ള രീതിയിൽ അവർ കൃത്യമായിട്ട് കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്താനാണ്. ഞാൻ ഇവിടെ ഖനനം തടയാൻ പരാതി കിട്ടിയിട്ടാണ് വന്നത്, കൃത്യമായിട്ടുള്ള ചുമതലയുണ്ട്, അതിന് തന്നെയാണ്. അപ്പോൾ ഇത്തരം ഭീഷണിയൊന്നും ഇവരുടെ അടുത്ത് നടപ്പില്ല എന്നുള്ളത് എന്തായാലും ഈ അജിത് പവാറിന് ബോധ്യപ്പെടുകയും ചെയ്തു. അപ്പോൾ ഇയാളെ കുപിതനായിട്ടാണ് ഉദ്യോഗസ്ഥയോട് ഇത് നടപടി സ്വീകരിക്കുക എന്നൊക്കെ പറഞ്ഞ് വീഡിയോ കോളിൽ വിളിച്ചത്. അപ്പോൾ ആ ദേഷ്യപ്പെട്ടതിലൊന്നും പിന്നീട് കാര്യമൊന്നുമില്ല, കഴമ്പൊന്നുമില്ല, അങ്ങനെ ചാടിക്കടിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല എന്നൊക്കെ വലിയ വിമർശനമായി. കാരണം ഇവർ IPS ഉദ്യോഗസ്ഥയാണല്ലോ, സാധാരണ പോലീസുകാരിയൊന്നുമല്ല, IPS ഉദ്യോഗസ്ഥ. അവരുടെ അടുത്ത് കളിക്കാൻ നിൽക്കുമ്പോഴത്തേക്ക് ഇത്തിരി ഓൾ ഇന്ത്യ സർവീസിലുള്ളതാണ്. അപ്പോൾ ഇത്തിരി മര്യാദയോടുകൂടി ഒക്കെ പെരുമാറേണ്ടി വരും, എത്ര വലിയ രാഷ്ട്രീയക്കാരനായാലും. സുതാര്യത ഉറപ്പാക്കുന്നതിനും എല്ലാ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും തടയുന്നതിനും പ്രതിജ്ഞാബദ്ധമാണ് താനെന്നാണ് അജിത് പവാർ പ്രതികരിച്ചത്. സോലാപൂരിലെ പോലീസ് ഉദ്യോഗസ്ഥയുമായുള്ള ഫോൺ സംഭാഷണവുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന ചില വീഡിയോകൾ ശ്രദ്ധയിൽപ്പെട്ടു. നിയമപാലകരെ തടസ്സപ്പെടുത്തുക എന്നതല്ല, മറിച്ച് സ്ഥിതിഗതികൾ ശാന്തമായിരിക്കുകയും കൂടുതൽ വഷളാക്കാതിരിക്കുകയും ചെയ്യുക എന്നതായിരുന്നു തൻ്റെ ഉദ്ദേശമെന്ന് നമ്മുടെ പോലീസ് സേനയോടും അതിലെ ഉദ്യോഗസ്ഥരോടും തനിക്ക് അങ്ങേയറ്റം ബഹുമാനമുണ്ടെന്നുമൊക്കെയാണ് പറയുന്നത്. വ്യത്യസ്തതയോടും ധൈര്യത്തോടും കൂടി സേവനമനുഷ്ഠിക്കുന്ന വനിതാ ഉദ്യോഗസ്ഥ ഉൾപ്പെടെ നിയമവാഴ്ചയെ എല്ലാറ്റിനുമുപരി ഞാൻ വിലമതിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. സുതാര്യമായ ഭരണത്തിലാണ് ഉറച്ചു നിൽക്കുന്നതെന്നും അജിത് പവാർ പിന്നെ ന്യായീകരണമാണല്ലോ. അപ്പോൾ പിന്നെ ഇതൊക്കെ കഴിഞ്ഞു. ആദ്യം പ്രതിപക്ഷത്തിൻ്റെ ആരോപണം വന്നു, ഇതിൽ ഇയാൾ മറുപടി ഇങ്ങനെ പറഞ്ഞു, അങ്ങനെയൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞ് മറുപടി പറഞ്ഞു. പിന്നെ അടുത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ NCP ഈ സ്ത്രീക്ക്, ഈ പറയുന്ന വനിതാ പോലീസ് IPS ഉദ്യോഗസ്ഥയ്ക്ക് നേരെയുള്ള വിമർശനങ്ങൾ അങ്ങോട്ട് തുടങ്ങി. വിമർശനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ വിമർശനമൊന്നുമല്ല. ഇവർ പറയുന്ന മനഃപൂർവ്വം ഇവർ ഈ IPS ഉദ്യോഗസ്ഥ അഞ്ജന കൃഷ്ണ എന്ന് പറയുന്ന IPS ഉദ്യോഗസ്ഥ ഈ പറയുന്ന വീഡിയോ പ്രചരിപ്പിച്ചതാണ്, അജിത് പവാറിനെതിരെ ഇത്തരം ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് പ്രചരിപ്പിച്ചതാണെന്നൊക്കെയുള്ള പറഞ്ഞിട്ട് MP സുനിൽ തത്കറെ എന്ന് പറയുന്ന ആളാണ് ആരോപണം ഉന്നയിച്ചത്. മനഃപൂർവ്വമാണെന്ന്, പ്രവർത്തകരെ സമാധാനിപ്പിക്കാൻ ഉദ്യോഗസ്ഥരെ ശകാരിച്ചതാകാമെന്നാണ് സുനിൽ തത്കറെ പറയുന്നത്. എന്നാൽ ഇതിനിടെ അഞ്ജന കൃഷ്ണയ്ക്കെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ടും ഈ പറയുന്ന NCP പ്രവർത്തകർ രംഗത്തെത്തിയിട്ടുണ്ട്. അഞ്ജനയുടെ വിദ്യാഭ്യാസ യോഗ്യത, ജാതി സർട്ടിഫിക്കറ്റ്, മറ്റു രേഖകൾ എന്നിവ പരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് NCP MLA UPSCക്ക് കത്തയച്ചിട്ടുണ്ടെന്നാണ്. പക്ഷേ അതിനൊന്നും കാര്യമില്ല. കാരണം അഞ്ജന കൃത്യമായിട്ട് സിവിൽ സർവീസ് പരീക്ഷ എഴുതി പാസ്സായി സർവീസിൽ വന്ന ആളാണ്.
അപ്പോൾ ഇവർ തിരുവനന്തപുരം മലയൻകീഴ് സ്വദേശിയാണ്. 2022-23 വർഷത്തെ സിവിൽ സർവീസ് പരീക്ഷയിൽ 355 റാങ്ക് നേടിയാണ് സിവിൽ സർവീസിൽ എത്തിയത്. കുറച്ചുകൂടെ ഉയർന്ന റാങ്ക് ആയിരുന്നുവെങ്കിൽ കേരള കേഡറൊക്കെ കിട്ടുമായിരുന്നു. പക്ഷേ ഇത് 355 റാങ്ക് ആയതുകൊണ്ടാണ് അവർക്ക് മഹാരാഷ്ട്ര കേഡർ കിട്ടിയതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നിലവിൽ സോലാപൂർ ജില്ലയിലെ കർമ്മലയിൽ ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് DYSP റാങ്കിലാണ്. DSP ആയിരിക്കും മിക്കവാറും. DYSP IPSകാർക്ക് DYSP റാങ്കിൽ പോസ്റ്റിംഗ് കൊടുക്കാറുണ്ടോ എന്നറിയില്ല. ചിലപ്പോൾ അവിടുത്തെ ഈ പറയുന്ന റാങ്കുകളുടെയൊക്കെ വ്യത്യാസം ഉണ്ടാവുമായിരിക്കും. കേരളത്തിൽ നമുക്കറിയാമല്ലോ, നമ്മുടെ ഇവിടെയൊക്കെ DYSP ആയിട്ടില്ല, ASP ട്രെയിനി ആയിട്ടാണ് വരുന്നത്, പിന്നെ SP ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചിലപ്പോൾ അവിടെ DYSP ആയിട്ടായിരിക്കും തുടങ്ങുന്നത്. എന്തായാലും മലയൻകീഴ് ആൽത്തറ ദേവൂസ് ടെക്സ്റ്റൈൽസിലെ ബിസിനസ്സുകാരനായ VR ബിജുവിൻ്റെയും സിവിൽ ജുഡീഷ്യറി ഉദ്യോഗസ്ഥയായ L സീനയുടെയും മകളാണ്. തിരുവനന്തപുരത്തുകാരിയാണ്. അപ്പോൾ പൂജപ്പര സെൻറ്റ് മേരീസ് സെൻട്രൽ സ്കൂളിലും നിറമൺകര NSSലും ഒക്കെ പഠിച്ച് ആ പോലീസ് ഓഫീസർ ആകണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി 4 തവണ സിവിൽ സർവീസ് എഴുതി സർവീസിൽ കയറിയ ആളാണ്. അപ്പോൾ അത്രയേറെ അധ്വാനം വേണ്ട ഒരു കാര്യമാണ് സിവിൽ സർവീസ് എന്ന് പറയുന്നത്. നമുക്കറിയാമല്ലോ, 1 in a million ആണ്. ഒരാൾ 10 ലക്ഷത്തിലൊക്കെ ഒരാളാണ് സർവീസിൽ കയറുന്നതെന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. കാരണം നമുക്കറിയാം എത്ര ലക്ഷക്കണക്കിന് ആൾക്കാരാണ് സിവിൽ സർവീസ് പരീക്ഷ എഴുതുന്നത്. അതിൽ വെറും 10,000 പേര് താഴെയാണ്, 10,000 പേര് മാത്രമാണ് പ്രിലിമിനറി എക്സാമിനേഷൻ പാസ്സാവുന്നത്. അതിലേതാണ്ട് 2,000-3,000 പേരാണ് മെയിൻസ് പരീക്ഷ അറ്റൻഡ് ചെയ്യുന്നത്. പിന്നെ എന്നാലും അതിൽ നിന്നൊരു 1,000-1,200 പേരാണ് സർവീസിലേക്ക് കയറുന്നത്. അത്രയും ദുർഘടമായിട്ടുള്ള ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ദുർഘടമായ പരീക്ഷയാണ്, ഏറ്റവും ബുദ്ധിമുട്ടേറിയ പരീക്ഷയാണ് സിവിൽ സർവീസ്. അപ്പോൾ അങ്ങനെ സിവിൽ സർവീസ് എഴുതി മിടുക്കിയായിട്ട് പാസ്സായി വന്ന ഒരാളാണ് അഞ്ജന കൃഷ്ണ എന്ന് പറയുന്നത്. അവരോടാണ് ഈ പറയുന്ന അജിത് പവാർ തൻ്റെ രാഷ്ട്രീയ ഹുങ്ക് വെച്ചിട്ട് ചാടിക്കടിക്കാനും വിരട്ടാനും ഒക്കെ നോക്കിയത്. നടന്നില്ല. ഇനി എന്തൊക്കെ ന്യായീകരിച്ചാൽ ഇവർ ഈ മണ്ണ് മാഫിയയ്ക്കും മണൽ മാഫിയയ്ക്കും ഒക്കെ വേണ്ടി രാഷ്ട്രീയക്കാരന്മാർ വിടുപണി ചെയ്യാറുള്ളത് നമുക്കറിയാം. എന്തായാലും ഇവിടെ അങ്ങനെയാണോ എന്നുള്ളതിൽ വ്യക്തതയില്ലെങ്കിലും ഒരു IPS ഉദ്യോഗസ്ഥയെ വരട്ടെന്ന് ആ വീഡിയോ കാണണം കേട്ടോ. അതെല്ലായിടത്തും എക്സ് ഹാൻഡിലുകളിലെല്ലാം പ്രചരിക്കുന്നുണ്ട് വലിയ രീതിയിൽ. അവർ ഒരു സിവിൽ ഡ്രസ്സിലാണ്, എനിക്ക് തോന്നുന്നു ഒരു കുർത്ത പോലത്തെ ഒരു വേഷം ഇട്ടിട്ടാണ് അവർ സംസാരിക്കുന്നത്. ഒരു ചുരിദാറൊക്കെ ഇട്ടാണ്, കാക്കി പോലത്തെ കളറിലുള്ള ഒരു ചുരിദാറൊക്കെ ഇട്ടിട്ടാണ് ഈ പറയുന്ന ഫോണിൽ സംസാരിക്കുന്നത്. സ്പീക്കർ ഫോണിലിട്ടിട്ടാണ് സംസാരിക്കുന്നത്. അവിടെ ചുറ്റും മറ്റാൾക്കാരൊക്കെ നിൽപ്പുണ്ട്. അപ്പോൾ പൂജ ഉജാഗ്രെ എന്ന് പറയുന്ന ഒരു ട്വിറ്റർ ഹാൻഡിലാണ് ഈ പോസ്റ്റ് വന്നിട്ടുള്ളത്. ഇവർ സംസാരിക്കുന്നതും തർക്കിക്കുന്നതും ഈ പറയുന്ന അജിത് പവാർ വിരട്ടുന്നതുമായിട്ടുള്ള ദൃശ്യങ്ങളെല്ലാം തന്നെ ഇതിനകത്തുണ്ട്. അപ്പോൾ വലിയ രീതിയിലുള്ള തർക്കം രണ്ടുപേർക്കും ഇടയിൽ ഉണ്ടായി എന്നുള്ളത് നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. എന്തായാലും രാഷ്ട്രീയക്കാർ മുമ്പും ഈ പറയുന്ന ഒരുപാട് സ്ഥലങ്ങളിൽ വനിതാ IPSകാരോട് ദേഷ്യപ്പെടുകയും ഒരു വനിതാ ഉദ്യോഗസ്ഥ ഒരിക്കൽ പൊട്ടിക്കരയുകയൊക്കെ ചെയ്ത വീഡിയോയൊക്കെ മുമ്പ് വൈറലായിരുന്നു. അതുപോലെ മലയാളിയായ ഉദ്യോഗസ്ഥയോട് ഇത്തരത്തിൽ പെരുമാറാൻ നോക്കി, പക്ഷേ അവരുടെ അടുത്ത് നടന്നില്ല. അവർ തിരിച്ച് നല്ലപോലെ പറഞ്ഞു, കൃത്യമായിട്ടുള്ള മറുപടി കൊടുത്തതോടുകൂടി പിന്നെ മലയാളികൾക്ക് അഭിമാനമാണ്. അപ്പോൾ അഞ്ജന കൃഷ്ണ എന്ന് പറയുന്ന IPS ഉദ്യോഗസ്ഥ ധീരമായി തന്നെ അവരുടെ ജോലി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. അവർ ആ ജോലി കൃത്യമായി പരിശോധിച്ച് അവരുടെ കാര്യങ്ങൾ ചെയ്തു. ഇവിടെ അജിത് പവാർ അത് അവസാനം കൊണ്ട് വിശദീകരിക്കേണ്ടി വന്നു. ഉപമുഖ്യമന്ത്രി, മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി. കേരളത്തിലായിരുന്നെങ്കിൽ ഇപ്പോൾ വലിയ പ്രശ്നമാണ്. അവിടെ പിന്നെ ഇത്തരം ഗുണ്ടാ പ്രവർത്തനങ്ങൾ രാഷ്ട്രീയക്കാരുടെ ഇടയിൽ നിന്ന് തന്നെ ഉള്ളതുകൊണ്ട് ഇത് വലിയ പ്രശ്നമില്ലെങ്കിലും വിവാദമായിട്ടുണ്ട്. അവിടെ ഇത് സാധാരണമാണ്, നമുക്കറിയാമല്ലോ. മഹാരാഷ്ട്രയിലും അല്ലെങ്കിൽ മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ ഈ സിവിൽ സർവീസിലൊക്കെ ഉള്ള ഉദ്യോഗസ്ഥരെയൊക്കെ ഭീഷണിപ്പെടുത്തുന്നതൊക്കെ. കേരളത്തിൽ അങ്ങനെ ഇത്തിരി പാടാണ്. എന്തായാലും അഞ്ജന കൃഷ്ണ ധീരമായ നിലപാടെടുത്തു. കൃത്യമായിട്ട് അവർ വളരെ സ്ട്രൈറ്റ് ആയിട്ടുള്ള ഒരു പൊസിഷനിൽ നിന്നുകൊണ്ട് ഉപമുഖ്യമന്ത്രി ആയാലും ശരി, ആരായാലും ശരി, ഞാൻ നിയമത്തിൻ്റെ വഴിക്കാണ് നിൽക്കുന്നത്, നിയമം സംരക്ഷിക്കുക അല്ലെങ്കിൽ നിയമം നടപ്പിലാക്കുക എന്നുള്ളതാണ് എൻ്റെ ജോലി എന്നുള്ളത് കൃത്യമായിട്ട് അവരവിടെ സംസാരിച്ച് തെളിയിച്ചിട്ടുമുണ്ട്. നമുക്ക് എല്ലാവർക്കും, മലയാളികൾക്കെല്ലാം അഭിമാനമാണ് ഇത്തരം ധീരമായ നിലപാടെടുക്കുന്ന ഉദ്യോഗസ്ഥർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.